بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم إنا نعوذ بك من شر ما عملنا ومن شر ما لم نعمل. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك أنبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت والجن والإنس يموتون. اللهم اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. أما بعد. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പേരുകളിൽ ഇന്ന് ആദ്യം നമ്മൾ വിശദീകരിക്കുന്നത് അൽ മുതകബ്ബിർ എന്ന അള്ളാഹുവിൻ്റെ പേരിനെ കുറിച്ചാണ്. പരിശുദ്ധ ഖുർആനിൽ റബ്ബിൻ്റെ ധാരാളം പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുൽ ഹശ്റിലെ അവസാന ഭാഗത്തുള്ള ആയത്തുകളിലൊന്നിലാണ് റബ്ബിൻ്റെ അൽ മുതകബ്ബിർ എന്ന പേര് ഖുർആനിൽ വന്നിട്ടുള്ളത്. സൂറത്തുൽ ഹശ്റിലെ അള്ളാഹുവിൻ്റെ ധാരാളം പേരുകൾ പറഞ്ഞിട്ടുള്ള അവസാന ഭാഗത്തെ ആയത്തുകളിലൊന്നിൽ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. അൽ മുതകബ്ബിർ എന്ന അള്ളാഹുവിൻ്റെ പേരിൽ റബ്ബിൻ്റെ തകബ്ബുർ, അതുപോലെ അവൻ്റെ കിബ്രിയ, ഈ വിശേഷണമാണ് അടങ്ങിയിട്ടുള്ളത്. അഥവാ അള്ളാഹുവിൻ്റെ വലിപ്പവും അവൻ്റെ പെരുമയും ആണ് ഈ പേരിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ വിശേഷണം. സാധാരണ ഒരാളെ കുറിച്ച് മുതകബ്ബിർ എന്ന് പറഞ്ഞാൽ അയാൾ പെരുമ നടിക്കുന്നവനാണ് എന്നാണ് അവിടെ അർത്ഥം വരിക. അഹങ്കാരി, അതുപോലെ വലിപ്പം നടിക്കുന്നവൻ, പെരുമ നടിക്കുന്നവൻ എന്നൊക്കെ മുതകബ്ബിർ എന്ന വാക്കിനർത്ഥമുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തി പറയുമ്പോൾ ഇവിടെ മുതകബ്ബിറിൻ്റെ അർത്ഥം ആ അർത്ഥമല്ല. ആ താ മുതകബ്ബിറിലെ താ കിബർ നടിക്കലാണ്. പൊതുവെ മറ്റുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞാൽ പൊതുവെ ഉദ്ദേശിക്കപ്പെടുക അങ്ങനെയാണ്, അവൻ പെരുമ നടിക്കുന്നവനാണ്. തകബ്ബുർ അതുകൊണ്ട് സൃഷ്ടികൾക്ക് യോജിച്ചതല്ല. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മുതകബ്ബിർ എന്ന് പറഞ്ഞാൽ ആ വലിപ്പവും ആ പെരുമയും അവന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഏറ്റവും വലിയവൻ അവനാണ്, എല്ലാ വലിപ്പവും പെരുമയും ഉള്ളവൻ അവനാണ്. അവനെപ്പോലെ ആ വിശേഷണം മറ്റാർക്കുമില്ല. അതൊരാൾക്കും അവകാശപ്പെടാൻ സാധ്യമല്ല, അതൊരാൾക്കും നടിക്കാനും പാടില്ല. അങ്ങനെ ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് പാത്രമാകുന്ന കാര്യമാണ്. അത് റബ്ബിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ്. അത് അള്ളാഹുവിനല്ലാതെ യോജിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആരാണോ കിബർ സൃഷ്ടികളിൽ വെച്ച് ആ അഹങ്കാരം നടിച്ചത്, അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതാണ്. ഈ ലോകത്തും പരലോകത്തും അള്ളാഹു അവരെ ശിക്ഷിക്കുകയാണ് ചെയ്യുക. റബ്ബാണ് അൽ മുതകബ്ബിർ. അവൻ ഏറ്റവും വലിയവനാണ്, അവൻ എല്ലാ വലിപ്പവും ഉള്ളവനാണ്. അതുപോലെ അള്ളാഹു അവൻ ഉന്നതനാണ്, അവന് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്നും അവൻ മുകളിലാണ്. ഏതുപോലെ അവന് ഒരു പങ്കാളി ഉണ്ടാവുക എന്നതിൽ നിന്ന് അവൻ മുതകബ്ബിറാണ്, അതൊരിക്കലും അവന് യോജിക്കുകയില്ല. അത് യോജിക്കാത്ത വലിപ്പമുള്ളവനാണ് അവൻ, ഏറ്റവും വലിയവനാണവൻ. അതുപോലെ അക്രമമോ അനീതിയോ സൃഷ്ടികളോട് ചെയ്യുക എന്നതിൽ നിന്ന് അവൻ മുകളിലാണ്, അവനത് ഒരിക്കലും യോജിക്കുകയില്ല. അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നന്മയാണ്, ഒന്നൊഴിയാതെ മുഴുവൻ നന്മ മാത്രമാണ്. ഈ അർത്ഥം മുതകബ്ബിർ എന്ന പേരിന് സലഫുകളിൽ പലരും പറഞ്ഞത് കാണാം. അഥവാ അള്ളാഹു ദുൽമിൽ നിന്ന് തകബ്ബറ അനി ദുൽം, അവൻ അക്രമത്തിൽ നിന്ന്
അക്രമം ഒരിക്കലും അവന് യോജിക്കുകയില്ല. അവൻ അതിൻ്റെ മുകളിലാണ്, അവനത് യോജിക്കുകയില്ല. ഏതുപോലെ നമ്മൾ പറയുകയില്ല തആല അല്ലാഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ ഉന്നതനാണ്. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, അവൻ ഉന്നതനാണ്. അതുപോലെ നോക്കൂ, സൃഷ്ടികളുടെ വിശേഷണങ്ങൾ, സൃഷ്ടികൾക്ക് ഒരിക്കലും സൃഷ്ടാവായ റബ്ബിൻ്റെ വിശേഷണങ്ങൾ ഇല്ല. അവന് സൃഷ്ടികളുടെ വിശേഷണങ്ങളല്ല ഉള്ളത്. സൃഷ്ടികളുടെ വിശേഷണങ്ങൾ അത് ന്യൂനതയുടേതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സകല വിശേഷണങ്ങളും പൂർണ്ണതയുടേതാണ്. അള്ളാഹു അവൻ മാത്രമാണ് അൽ മലിക്, യഥാർത്ഥ രാജാവ്. അവനല്ലാത്തവരെല്ലാം അവൻ്റെ കീഴിൽ മാത്രമാണ്. അവനാണ് റബ്ബ്, അവനല്ലാത്തവർ അടിമകളാണ്. അവനാണ് സ്രഷ്ടാവ്, അവനല്ലാത്തവർ മുഴുവൻ സൃഷ്ടികളാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലും സുജൂദിലും പറഞ്ഞിരുന്ന ദിക്റുകളിലൊന്നാണ് സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അളമ. സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അളമ. അല്ലാഹു എത്ര പരിശുദ്ധനാണ്! അവൻ എല്ലാ ആധിപത്യവും ഉള്ളവനാണ്, എല്ലാ അധികാരവും ഉള്ളവനായ, എല്ലാ വലിപ്പവും ഉള്ളവനായ, എല്ലാ മഹത്വവും ഉള്ളവനായ അള്ളാഹു എത്ര പരിശുദ്ധനാണ്! സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അളമ. എന്നാൽ സൃഷ്ടികളുടെ സ്ഥിതി എന്താണ്? അടിമകളുടെ സ്ഥിതി എന്താണ്? മുതകബ്ബിറായ, ഏറ്റവും വലിയവനായ റബ്ബിനു മുന്നിൽ താണുകേണു മാത്രം നിൽക്കേണ്ട, അവന് കീഴൊതുങ്ങേണ്ട, അവൻ്റെ മുന്നിൽ അങ്ങേയറ്റം വിനയം കാണിക്കേണ്ടവനാണ് അടിമ. അതുകൊണ്ടാണ് ആ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ റുകൂഉം സുജൂദും ചെയ്യുന്നത്. റുകൂഉം സുജൂദും ചെയ്യുന്നത്. നോക്കൂ, ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ മുന്നിൽ ഒരു മുസ്ലിം അത് ചെയ്യുകയില്ല. അവൻ്റെ നടുവളക്കുകയില്ല, അവൻ്റെ ശിരസ് കുനിക്കുകയില്ല, അത് പാടില്ല, ഹറാമാണ്. ഒരു സൃഷ്ടിയുടെ മുന്നിലും റുകൂഉ സുജൂദ് ചെയ്യുക എന്നത് പാടില്ലാത്തതാണ്, ഒരു നിലക്കും പാടില്ല. ബഹുമാന സൂചകമായോ അഭിവാദ്യം ചെയ്യാനോ തലകുനിച്ചാദരിക്കലോ നടുവളച്ചാദരിക്കലോ ഇസ്ലാമിൽ പാടില്ലാത്തതാണ്. മുസ്ലിം റബ്ബിൻ്റെ മുന്നിൽ അങ്ങേയറ്റം കീഴൊതുങ്ങുന്നവനാണ്. അതുകൊണ്ടാണ് നോക്കൂ, നിസ്കാരത്തിലെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിസ്കാരത്തിലെ ചലനങ്ങളിൽ നമ്മൾ പറയുന്നത് അല്ലാഹു അക്ബർ എന്നാണ്. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് നീങ്ങുമ്പോൾ, തല കുനിക്കുമ്പോൾ, തല ഉയർത്തുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയവനാണ് അള്ളാഹു, അല്ലാഹു അക്ബർ, അവൻ ഏറ്റവും വലിയവനാണ്. അവൻ്റെ ആ വലിപ്പമാണ് ആ വാക്കിലുള്ളത്. അൽ മുതകബ്ബിർ എന്ന പേരിലുള്ളതുപോലെ അവൻ്റെ വലിപ്പം. ആ റബ്ബിന് മുന്നിൽ മാത്രമാണ് ഞാൻ കീഴൊതുങ്ങുക. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്ത് പറയാറുണ്ട്, അവിടുന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ മുകളിലേക്ക് കയറിയാൽ, യാത്രയിൽ മുകൾ ഭാഗത്തേക്ക് കയറുമ്പോൾ ഞങ്ങൾ എന്ത് പറയും? കബ്ബർന, തക്ബീർ പറയും, അല്ലാഹു അക്ബർ എന്ന് പറയും. താഴോട്ടിറങ്ങുമ്പോൾ എന്ത് പറയും? സുബ്ഹാനല്ലാഹ് എന്ന് പറയും. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. മുകളിലേക്ക് എത്തുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഹിക്മത്താണ്. എത്ര നീ മുകളിലേക്ക് പോയാലും നീ റബ്ബിൻ്റെ താഴെയാണ്. അവനാണ് ഏറ്റവും വലിയവൻ, അവനാണ് ഏറ്റവും വലിയവൻ, അവനേക്കാൾ വലിപ്പമുള്ള ഒരാളുമില്ല. അതുപോലെ താഴേക്ക് പോകുമ്പോൾ നീ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു. പണ്ഡിതന്മാർ അതിനു പിന്നിലുള്ള ഒരു ഹിക്മത്തായി പറയുന്നത്, വലിയ താഴ്ചകളിൽ വലിയ ഗർത്തങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കാരണമാകുന്ന ഒരു അമലാണ് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക എന്നത്. നോക്കൂ, അഗാധ ഗർത്തത്തിൽ, സമുദ്രത്തിനടിയിൽ, മത്സ്യത്തിന്റെ വയറ്റിനകത്ത് അകപ്പെട്ടപ്പോൾ യൂനുസ് അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. യൂനുസ് അലൈഹിസ്സലാം മുസബ്ബിഹുകളുടെ, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ലായിരുന്നുവെങ്കിൽ, ലലബിസ ഫീ ബത്നിഹി, ആ മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് അലൈഹിസ്സലാം കിടക്കേണ്ടി വന്നതിന് ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ, അന്ത്യനാൾ വരെ. ഏത് അമലാണ് അല്ലാഹു എടുത്തു പറഞ്ഞത്? തസ്ബീഹാൻ.
അഥവാ യൂനുസ് അലൈഹിസ്സലാം ആ പ്രയാസത്തിൽ അകപ്പെടുന്നതിന് മുൻപേ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. നീ റഖായിലായിരിക്കെ, സൗഖ്യത്തിലായിരിക്കെ, പ്രയാസമില്ലാതിരിക്കെ ചെയ്യുന്ന അമലുകൾ പ്രയാസത്തിൽ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഗുഹയിൽ അകപ്പെട്ട ആളുകൾ അവർ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സമയത്ത് ചെയ്ത 3 അമലുകൾ ഓരോരുത്തരും അവരുടെ 3 സൽപ്രവർത്തനങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹു അവരെ അത് പറഞ്ഞു ദുആ ചെയ്തപ്പോൾ രക്ഷപ്പെടുത്തിയത്. നീ സന്തോഷത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രയാസത്തിൽ ഇൻഷാ അല്ലാഹ് അത് മുഖേന നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, من سره أن يستجيب الله له عند الشدائد والكرب فليكثر الدعاء في الرخاء. ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ അള്ളാഹു പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്ന് ആഗ്രഹമുണ്ടോ, ഫൽയുക്സിർ അദ്ദുആ ഫിർ റഖാ, സുഖസന്തോഷത്തിന്റെ സമയങ്ങളിൽ അവൻ ദുആ വർദ്ധിപ്പിക്കട്ടെ. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നവനാകരുത് നീ. ആ സമയത്ത് കൈകൾ ഉയർത്താൻ നീ മടിക്കരുത്, അത് വേറെ കാര്യം. ഞാൻ പറയാം, ബുദ്ധിമുട്ട് നല്ല സമയത്തൊന്നും ദുആ ചെയ്തിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ പ്രയാസത്തിന് ഞാൻ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് വിചാരിക്കരുത്. ആ സമയത്തും കൈകൾ നീട്ടുക, കൈ നീട്ടാൻ, കൈ ഉയർത്താൻ, പ്രയാസത്തിൽ ആവലാതി ബോധിപ്പിക്കാൻ നിനക്ക് റബ്ബല്ലാതെ മറ്റാരുണ്ട്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരുണ്ട് പുറത്തു തരാൻ? ആരുമില്ല. അതുകൊണ്ട് പക്ഷേ നീ ശ്രദ്ധിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് ദുആ വർദ്ധിപ്പിക്കാനാണ്. ആ സമയത്ത് പിശാച് നമ്മെ അശ്രദ്ധരാക്കി കളയും. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു ഒരു മുഅ്മിനിന് അവന്റെ വിധിയാൽ ഏർപ്പെടുത്തുന്നതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഇതാണ്. മുഅ്മിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് അതാണ്, അവന്റെ അശ്രദ്ധ നീക്കാൻ. കാരണം നിന്നെ അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധനാക്കി കളയുന്ന അനുഗ്രഹത്തെക്കാൾ നിനക്ക് നല്ലത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പ്രയാസമാണ്. അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയുന്ന സുഖത്തെക്കാൾ നല്ലത് എന്താണ്? അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രയാസമായിരിക്കും. റബ്ബെങ്കിൽ അതാണ് പ്രയോജനപ്രദം. ഈ ലോകത്തും അത് വലിയ ഗുണമുണ്ടാക്കും. പക്ഷേ മുഅ്മിൻ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ സുഖസന്തോഷത്തിന്റെ വേളയിൽ ഇബാദത്ത് വർദ്ധിപ്പിക്കാനും ദുആ വർദ്ധിപ്പിക്കാനുമാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. യൂനുസ് അലൈഹിസ്സലാം അങ്ങനെ തസ്ബീഹ് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അലൈഹിസ്സലാം. അതുപോലെ ആ പ്രയാസത്തിന്റെ വേളയിലും മത്സ്യത്തിന്റെ അകത്തു വെച്ചും യൂനുസ് അലൈഹിസ്സലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹു എന്താണ് പറഞ്ഞത്? ഫസ്തജബ്നാ ലഹു, നാം യൂനുസിന് ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗം, ആ ബുദ്ധിമുട്ടിൽ നിന്ന് നാം യൂനുസ് അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അങ്ങനെയാണ് മുഅ്മിനുകളെ നാം രക്ഷപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഈ വാക്ക് പറഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹുവേ, നീ അല്ലാതെ ആരാധനക്ക് അർഹനില്ല, നീ എത്ര പരിശുദ്ധനാണ്. ആളുകൾ നിന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന്, നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം നീ എത്ര പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. യൂനുസ് അലൈഹിസ്സലാം അവിടുന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ലഭിക്കും മുൻപേ ആ നാട്ടുകാരുടെ ആ പ്രദേശത്ത് നിന്ന്, നീനവ എന്ന നാട്ടിൽ നിന്ന് യൂനുസ് അലൈഹിസ്സലാം പുറപ്പെട്ടു പോയി. ജനങ്ങൾ വിശ്വസിക്കാതിരുന്നപ്പോൾ ആ റസൂലിന് അലൈഹിസ്സലാം അത് പ്രയാസകരമായി. അവിടുന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന വരും മുൻപേ അവിടുന്ന് പോയി കളഞ്ഞു. അതിന് അള്ളാഹു റബ്ബുൽ ആലമീൻ യൂനുസ് അലൈഹിസ്സലാമിന് നൽകിയ പരീക്ഷണമായിരുന്നു അത്. കപ്പലിൽ സഞ്ചരിക്കവേ നറുക്കെടുക്കപ്പെട്ടു. ആ കപ്പൽ മുങ്ങുമെന്നായി, ഒരാളെടുത്ത് പുറത്ത് കളയണം. നറുക്ക് യൂനുസ് അലൈഹിസ്സലാമിന് വീണു, കടലിലേക്ക് എറിയപ്പെട്ടു. ഒരു മത്സ്യം വിഴുങ്ങി, മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു. അതുകൊണ്ടാണ് ദുന്നൂൻ എന്ന് ആ നബിയെക്കുറിച്ച് പറയുന്നത്. ദുന്നൂൻ എന്നാൽ, നൂൻ എന്നാൽ മത്സ്യമാണ്. അതുപോലെ സാഹിബുൽ ഹൂത്ത് എന്നും പേരുണ്ട്. ഹൂത്ത് എന്ന് പറഞ്ഞാലും മത്സ്യമാണ്, മീനാണ്. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ രക്ഷപ്പെടുത്തി. ആ മത്സ്യം യൂനുസ് അലൈഹിസ്സലാമിനെ കരയിലേക്ക് പുറന്തള്ളി, മരങ്ങളൊന്നുമില്ലാത്ത ഒരു കരയിൽ. അവിടെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു മരം മുളപ്പിച്ചു കൊടുത്തു. അത് ചുരങ്ങയായിരുന്നു എന്നാൽ.
യൂനുസ് അലൈഹിസ്സലാം അത് ഭക്ഷിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിൽ അത് കണ്ടാൽ അത് പ്രത്യേകമായി അതെടുത്ത് ഭക്ഷിക്കാറുണ്ടായിരുന്നു എന്നാണ്. യൂനുസ് അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ ഈ ഭക്ഷണം നോക്കൂ. അതുകൊണ്ട് താഴേക്ക് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിന്റെ ഹിക്മത്ത് അതാണെന്ന് ഇബ്ൻ ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ തക്ബീർ ചെയ്യുക, അവൻ ഏറ്റവും മുകളിലുള്ളവനാണ്. അടിമ അവനൊരിക്കലും ഇസ്തിക്ബാർ യോജിക്കുകയില്ല. പെരുമ നടിക്കുക, അഹങ്കാരം നടിക്കുക എന്നത് യോജിക്കുകയില്ല. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നിശ്ചയിച്ച ഏറ്റവും വലിയ ലക്ഷ്യം, അവരുടെ ഒന്നാമത്തെ ബാധ്യത അള്ളാഹുവിനെ ആരാധിക്കണം, റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അതിനോട് ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അതാണ് ഏറ്റവും വലിയ അഹങ്കാരം. ആ അഹങ്കാരികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ശിക്ഷയാണ്, ഈ ലോകത്തും പരലോകത്തും. അള്ളാഹു അവരെ ഇരു ലോകത്തും അപമാനിക്കുന്നതാണ്. അള്ളാഹു അവർക്ക് പല രൂപത്തിലുള്ള ശിക്ഷകൾ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, അള്ളാഹു പറഞ്ഞത് ഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള ഇബാദത്തിൽ നിന്ന് ആരെങ്കിലും അഹങ്കരിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അതാണ് ഏറ്റവും കടുത്ത അഹങ്കാരം, തൗഹീദിനോടൊരുവൻ അഹങ്കരിച്ച് തിരിഞ്ഞു കളയുക എന്നത്. അവരുടെ സങ്കേതം നരകമാണ്. അള്ളാഹു പറഞ്ഞു നോക്കൂ, അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ, അഹങ്കാരികൾക്ക് നരകത്തിൽ വാസസ്ഥാനമില്ലയോ? അതുപോലെ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത് വകദാലിക നജ്സിൽ മുജ്രിമീൻ. ആരാണോ നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചത്, അതിൽ നിന്ന് അഹങ്കാരത്തോടെ തിരിഞ്ഞു കളഞ്ഞത്, അവർക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കുകയില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഒരു സൂചിയുടെ തുളയിലൂടെ ഒട്ടകം പ്രവേശിച്ചാലല്ലാതെ ഒരിക്കലും അത് സംഭവ്യമല്ല. വകദാലിക നജ്സിൽ മുജ്രിമീൻ, അങ്ങനെയാണ് അക്രമികൾക്ക് നാം അവരുടെ പ്രതിഫലം നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാഫിറിന്റെ, ഒരു ഫാജിറിന്റെ റൂഹ് അത് മലക്കുകൾ ഏറ്റെടുത്തു പോയാൽ ഒന്നാമത്തെ ആകാശത്തിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടും, തുറക്കുകയില്ല. റൂഹ് അവിടെ നിന്ന് താഴേക്ക് അവന്റെ ഖബറിലേക്ക് വലിച്ചെറിയും, അവന് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. ഈ അഹങ്കാരത്തിന്റെ വക്താക്കൾക്കാണത്. ഖുർആനിൽ അള്ളാഹു പഴയ കാലത്തെ പല ഇസ്തിക്ബാറിന്റെ, അഹങ്കാരത്തിന്റെ ആളുകൾക്കും ഉണ്ടായ ശിക്ഷകൾ പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗുണപാഠങ്ങളുണ്ട് പിൽക്കാലക്കാരായ ആളുകൾക്ക്. അതിൽ ഒന്നാമത്തവൻ, അഹങ്കാരികളുടെ മുഴുവൻ ഇമാമാരാണ് ഇബ്ലീസാണ്. അവനാണ് ഏറ്റവും വലിയ അഹങ്കാരി. അള്ളാഹു അവനോട് ഒരു കൽപ്പന കൽപ്പിച്ചു, അവൻ എന്താണ് ചെയ്തത്? അള്ളാഹു പറഞ്ഞത് എന്താണ്? അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവൻ വിസമ്മതിച്ചു, അവൻ അഹങ്കാരം നടിച്ചു. നോക്കൂ, ഖുർആനിന്റെ സുന്നത്തിന്റെ കൽപ്പനകൾ പറഞ്ഞു കേട്ടാൽ ഇതെനിക്ക് യോജിക്കുകയില്ല, ഇത് കാലത്തിന് യോജിക്കുകയില്ല, ഇതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറയുന്നത് തികഞ്ഞ അഹങ്കാരമാണ്. അവരുടെ നേതാവ് ഇബ്ലീസാണ്. കാരണം ഇബ്ലീസിന് അള്ളാഹുവിന്റെ കൽപ്പന ലഭിച്ചു, വഹി ലഭിച്ചു. വഹി എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് ഖുർആനും സുന്നത്തും അള്ളാഹുവിന്റെ വഹിയാണല്ലോ. അള്ളാഹുവിന്റെ കൽപ്പന ലഭിച്ചു. അത് ലഭിച്ചപ്പോൾ എന്തായിരുന്നു ആ കൽപ്പന? ആദമിന് സുജൂദ് ചെയ്യുക. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അവൻ പറഞ്ഞു, ഞാനെങ്ങനെ, തീ കൊണ്ട് നീ പടച്ച ഞാനെങ്ങനെ മണ്ണുകൊണ്ട് പടച്ച ഇവന് സുജൂദ് ചെയ്യും? ആദം അലൈഹിസ്സലാമിനെ കുറിച്ച് ഇബ്ലീസിന്റെ വാക്കാണ്, ലാനഹുല്ലാഹ്. നോക്കൂ, സുജൂദ് ചെയ്യണമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, എന്നാൽ അവൻ പറഞ്ഞ് ഞാൻ അവന്റെ ബുദ്ധിയാണ്, അവന്റെ കേടുവന്ന ബുദ്ധിയാണത്, നേരായ ബുദ്ധിയല്ല.
നോക്കൂ, ഖുർആനിന്റെ സുന്നത്തിന്റെ കൽപ്പനകളെ സ്വന്തം ബുദ്ധി വെച്ച് തള്ളുന്നവൻ സാദൃശ്യപ്പെടുന്നത് ആരോടാണ്? ഇബ്ലീസിനോടാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ മകൻ വെള്ളപ്പൊക്കം വന്നു, എല്ലാം മുങ്ങുകയാണ്. നൂഹ് അലൈഹിസ്സലാം കപ്പലിൽ വെച്ച് മകനെ വിളിക്കുകയാണ്, യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. എൻ്റെ കുഞ്ഞു മകനെ ഞങ്ങളുടെ കൂടെ കയറൂ. വലാ തകും മഅൽ കാഫിരീൻ, നീ കാഫിറുകളുടെ കൂടെ പെട്ടുപോകരുത്. അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അതാണ് നൂഹ് അലൈഹിസ്സലാം കൽപ്പിച്ചത്. എന്നാൽ മകൻ പറഞ്ഞതോ അവൻ്റെ കേടുവന്ന ബുദ്ധിയാണ്. അവൻ പറഞ്ഞു, ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ, എനിക്ക് രക്ഷപ്പെടാൻ പോകുന്ന വലിയൊരു പർവ്വതത്തിൻ്റെ പുറത്ത് ഞാൻ കയറി രക്ഷപ്പെട്ടോളാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇത് വഹ്യാണ്, ഇത് അവൻ്റെ അഖലാണ്. എന്താണ് ഉണ്ടായത്? അവൻ മുങ്ങി നശിച്ചുപോയി, മരിച്ചുപോയി. ഇതുപോലെ തന്നെയാണ് ആരാണോ കിതാബും സുന്നത്തും വിട്ട് തൻ്റെ കേടുവന്ന ബുദ്ധിയുടെ പിന്നാലെ പോകുന്നത്, അവൻ ദലാലത്തിൽ മുങ്ങി മരിക്കും. അവൻ ദലാലത്തിൽ മുങ്ങി മരിക്കും. ആ വെള്ളത്തിൽ മുങ്ങി മരിച്ച് പിന്നെ നോക്കൂ, ദുനിയാവിൽ വെള്ളത്തിൽ ശിക്ഷിക്കപ്പെട്ട് പിന്നെ പരലോകത്ത് തീയിലേക്ക് പ്രവേശിക്കപ്പെടുന്നു. നഊദു ബില്ലാഹ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നൂഹ് അലൈഹിസ്സലാമിന്റെ ഖൗമിനെ കുറിച്ച് അല്ലാഹു എന്താണ് പറഞ്ഞത്? മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖൂ ഫഉദ്ഖിലൂ നാറാ. യാ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര അത്ഭുതകരമാണ്, എത്ര നമ്മെ പേടിപ്പെടുത്തേണ്ടതാണ്. അവരുടെ തെറ്റ് കാരണത്താൽ, അവരുടെ തിന്മകൾ കാരണത്താൽ ഉഗ്രിഖൂ, അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു, മുങ്ങിച്ചത്തു. എന്നിട്ടോ ഫഉദ്ഖിലൂ നാറാ, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രണ്ട് വിരുദ്ധമായ, ഭൂമിയിൽ നമ്മൾ നോക്കിയാൽ വിരുദ്ധ സ്വഭാവമുള്ള സംഗതികളാണ്. രണ്ടുകൊണ്ടും അള്ളാഹു ശിക്ഷിക്കുന്നത് നോക്കൂ നിങ്ങൾ. റബ്ബ് പറഞ്ഞത് മുങ്ങി നശിച്ചു, മുങ്ങി മരിച്ചു. ഫഉദ്ഖിലൂ നാറാ, പിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഫാ എന്നത് പൊതുവെ തൊട്ടടുത്ത പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണ്. മുങ്ങി ഈ ദുനിയാവിലെ ശിക്ഷ കഴിഞ്ഞ് ഊട്ടനെ പ്രവേശിപ്പിക്കപ്പെടുന്ന ഇവിടത്തേക്കാണ്, നരകത്തിലേക്കാണ്. ആരെ പോലെ? ഫിറഔനെ പോലെ. നോക്കൂ, അവന്റെ സ്ഥിതി എന്താണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെയും അവന്റെ കൂട്ടരെയും കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അഹങ്കരിച്ചവനെ അള്ളാഹു പറയാണ്, ഫഅഖദ്നാഹു വജുനൂദഹു, അവനെയും അവന്റെ സൈന്യത്തെയും നാം പിടിച്ചു, എന്നിട്ട് കടലിലേക്ക് നാം വലിച്ചെറിഞ്ഞു. അതേ ഖൗമാണ് അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം. അവർ രാവിലെയും വൈകുന്നേരവും നരകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. ഖബറിലെ ശിക്ഷയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ആ ഖൗമിന്റെ ഖബറിടങ്ങൾ അത് തീക്കുണ്ടാരങ്ങളാണ്. ഖബർ ഒന്നുകിൽ എന്തായിരിക്കും? നരകക്കുഴിയിൽ ഒരു കുഴിയായിരിക്കും, അല്ലെങ്കിൽ റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോപ്പുകളിൽ ഒരു തോപ്പായിരിക്കും. ഇതല്ലാത്തൊരു ഖബറുമില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നോക്കൂ, ഇങ്ങനെ ഈ ശിക്ഷ കഴിഞ്ഞ് അടുത്ത ശിക്ഷയിലേക്ക് പോകുന്നു. അവൻ അള്ളാഹുവിന്റെ വഹീനെ, ഖുർആനിന്റെ അള്ളാഹുവിന്റെ കൽപ്പന, അവന്റെ റസൂലിന്റെ കൽപ്പനയെ സ്വന്തം ബുദ്ധി കൊണ്ട് നേരിട്ടു. അത് തികഞ്ഞ അഹങ്കാരമാണ്, ഇബ്ലീസ് ചെയ്ത അഹങ്കാരമാണ്. നോക്കൂ, ആദ് സമുദായത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, അവർ നൂഹ് അലൈഹിസ്സലാമിന്റെ വിളി കേട്ടപ്പോൾ എന്താണ് ചെയ്തത്? ഫലം, നൂഹ് നബി പറയുകയാണ്, ഞാൻ അവരെ വിളിച്ചു. ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ, വിളിക്കുന്നതിന് അവർ ഓടിപ്പോവുകയാണ്. വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസാബിഅഹും ഫി ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറ. അവർ ഓടിപ്പോയി. എന്നിട്ടോ ഞാൻ അവരെ വിളിച്ചപ്പോഴെല്ലാം അവരവരുടെ വിരലുകൾ ചെവിയിൽ തിരുകി, വസ്ത്രം പൊതിച്ചു, ആ കുഫറിൽ തന്നെ തുടർന്നു. വസ്തക്ബറു ഇസ്തിക്ബാറ, വലിയ അഹങ്കാരം നടിച്ചു കളഞ്ഞു. ഇബ്ലീസിനെ പോലെ അള്ളാഹുവിന്റെ ശത്രുവായ, അവന്റെ ദീനിന്റെ ശത്രുവായ, അവന്റെ നല്ലവരായ അടിമകളുടെ ശത്രുവായ ഇബ്ലീസിനെ പിൻപറ്റിക്കൊണ്ട് അവർ അഹങ്കാരം നടിച്ചു. ആദ് സമുദായം എന്താണ് അള്ളാഹു പറഞ്ഞത്? ഫഅമ്മാ ആദും ഫസ്തക്ബറൂ ഫിൽ അർദി ബിഗൈറിൽ ഹഖ് വഖാലൂ മൻ അശദ്ദു മിന്നാ ഖുവ്വ. ആദ് സമുദായം ഭൂമിയിൽ ഒരു അർഹതയുമില്ലാതെ അഹങ്കാരം നടിച്ചു. ഭൂമിയിൽ അഹങ്കാരം നടിക്കാൻ ഒരാൾക്കും അർഹതയില്ല. സുബ്ഹാനല്ലാഹ്, ഭൂമിയിൽ അഹങ്കാരം നടിക്കാൻ ഒരാൾക്കും അർഹതയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
ചരിത്രത്തിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം, യുദ്ധങ്ങളിലൊന്നിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹു എന്ന സഹാബി യുദ്ധത്തിൽ ശത്രുക്കളെ പേടിപ്പെടുത്താനും അതുപോലെ ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ ധീരതയും അവരുടെ ധൈര്യവും കാണിക്കാനും വേണ്ടി ആ നടത്തം നടന്നു. ശത്രുക്കളെ കാണിക്കാനുള്ള നടത്തമുണ്ടല്ലോ. നമുക്ക് യുദ്ധത്തിൻ്റെ ചരിത്രങ്ങളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നടത്തം കണ്ടപ്പോൾ പറഞ്ഞത്, ഈ നടത്തം ഈ സന്ദർഭത്തിലല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു വെറുക്കുന്ന, അവൻ കോപിക്കുന്ന നടത്തമാണ്. ചിന്തിച്ചു നോക്കും, ആ സന്ദർഭം അത് കാണിക്കേണ്ട സന്ദർഭമാണ്, യുദ്ധത്തിൻ്റെ സന്ദർഭമാണല്ലോ, ശത്രുക്കളെ പേടിപ്പെടുത്താനും ശൂരത കാണിക്കാനും ഒക്കെ. പക്ഷെ ഈ സന്ദർഭത്തിലല്ലായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കോപം വരുത്തി വെക്കുന്ന നടത്തമാണ്. ഒരു നടത്തം, അള്ളാഹുവിന് കോപമുള്ള നടത്തമുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ് അഹങ്കാരത്തിൻ്റെ നടത്തം എന്നത്. അള്ളാഹു മനുഷ്യനോട് പറഞ്ഞത് എന്താണ്? നിനക്ക് ഭൂമി ചവിട്ടി പിളർക്കാനാവില്ല, നിനക്ക് പർവ്വതങ്ങളോളം ഉയരാനുമാകില്ല. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു പണ്ടുകാലത്ത് കഴിഞ്ഞുപോയ സാലിഹായ മനുഷ്യനാണ്. എന്താണ് അദ്ദേഹം മകനോട് പറഞ്ഞത്? വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നീ അഹങ്കാരത്തോടെ നിന്റെ കവിൾ ജനങ്ങൾക്ക് നേരെ തിരിച്ചു നടക്കരുത്, നീ ഭൂമിയിലൂടെ അഹങ്കാരത്തോടെ നടക്കരുത്. അള്ളാഹു പൊങ്ങച്ചക്കാരനെ അഹങ്കാരിയെ ഇഷ്ടപ്പെടുകയില്ല. വഖ്സിദ് ഫി മശീക്, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പുലർത്തുക. വഖ്ദുൻ മിൻ സൗതിക്, നിന്റെ ശബ്ദം നീ താഴ്ത്തുക. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ശബ്ദത്തിൽ ഏറ്റവും വെറുപ്പുളവാക്കുന്ന ശബ്ദം അത് കഴുതയുടെ ശബ്ദമാണ്. അപ്പോൾ നോക്കൂ, ഇത് മനുഷ്യന് പാടില്ലാത്തതാണ്. കാരണം അവൻ മാലിന്യം ചുമക്കുന്ന ഒരു ശരീരമാണ് അവൻ്റെ. മരിച്ചാൽ ഒരല്പസമയം കൊണ്ട് ചീഞ്ഞു പോകുന്ന ശരീരമാണ്. എന്താണ് അവൻ്റെ പക്കലുള്ളത്? ഒന്നും തന്നെയില്ല, ഒന്നും അവൻ്റെ ഉടമസ്ഥതയിലില്ല. ഇതാണ് മനുഷ്യർ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ നിലനിർത്തുന്നത് കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നു മാത്രം. ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് പഴയ നബിമാരുടെ ഖൗമിൻ്റെ സ്ഥിതി. എന്താണ് അള്ളാഹു പറഞ്ഞത്? നബിമാർ അവരുടെ ജനതയിലേക്ക് ചെന്നപ്പോൾ അപ്പോഴൊക്കെ അവിടെ അഹങ്കാരികളായ ഒരു പ്രമാണി സംഘം ഉണ്ടായിരുന്നു. ഖാലൽ മലഉ അല്ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി, ഖുർആനിൽ ആവർത്തിച്ച് നമുക്ക് കാണാം. ആ നബിയുടെ ജനതയിലെ അഹങ്കാരികളായ പ്രമാണിമാർ പറഞ്ഞു. ഈ അഹങ്കാരം അവരെ എന്തിൽ നിന്ന് തടഞ്ഞു? സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അതുകൊണ്ടാണ് നബിമാർ വന്നപ്പോഴെല്ലാം, അള്ളാഹുവിൻ്റെ നബിമാർ വന്നപ്പോഴെല്ലാം ആദ്യം അവരിൽ വിശ്വസിച്ചവർ സമൂഹത്തിലെ സാധുക്കളും പാവങ്ങളുമായിരുന്നു. ഭൂരിപക്ഷം ആദ്യം സ്വീകരിച്ച ഭൂരിപക്ഷത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പണക്കാർ ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്നല്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിശ്വസിച്ച ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പന്നനായിരുന്നു. അവിടത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള വേറെ ആരുമില്ല. അള്ളാഹുവിൻ്റെ നബിമാർ കഴിച്ചാൽ ഒരു ഉമ്മത്തിനും ആരുമില്ല. സമ്പന്നനായിരുന്നു റളിയല്ലാഹു അൻഹു. പക്ഷേ പൊതുവേ നബിമാരുടെ അനുയായികൾ ആരായിരിക്കും? വേഗം സ്വീകരിക്കുന്നവർ സാധുക്കളും പാവങ്ങളായിരിക്കും. കാരണം അവർക്ക് വേറൊന്നും നോക്കാനില്ല. പല ആളുകളെ തൃപ്തിപ്പെടുത്താനും എന്തെങ്കിലും അധികാരസ്ഥാനം നഷ്ടപ്പെട്ടു പോകും എന്നൊന്നും പേടിക്കാനില്ല. അതുകൊണ്ടാണ് ഹിറഖൽ എന്ന ഭരണാധികാരി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിന് മുമ്പ് നബിയുടെ അടയാളങ്ങളെ കുറിച്ച് ചോദിച്ച കൂട്ടത്തിൽ കാണാം, അദ്വഅഫാഉൻ നാസി യത്തബിഊനഹു അം അശറാഫുഹും, ജനങ്ങളിൽ ആരാണ് നബിയെ പിൻപറ്റുന്നത്? ദുഅഫാഉൻ നാസാണോ, ദുർബലരായ സാധുക്കളായ ആളുകളാണോ? അം അശറാഫുഹും, അതല്ല അവരുടെ വലിയ പ്രമാണിമാരാണോ? അബൂ സുഫിയാൻ പറഞ്ഞു ദുഅഫാഉൻ നാസ്, സാധുക്കളാണ്. ഹിറഖൽ മറുപടി പറഞ്ഞത് കാണാം, ഹും അത്ബാഉർ റസൂൽ, അവരാണ് നബിമാരുടെ അത്ബാ, നബിമാരെ പിൻപറ്റുന്നവരവരാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ നോക്കൂ, ഇങ്ങനെ നബിമാർക്ക് അവരെ എതിർത്ത അഹങ്കാരികളായ പ്രമാണി സംഘങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സുബ്ഹാനല്ലാഹ്, അജബായ അത്ഭുതകരമായ ഒരു കാര്യം, ഈ ഖൗമൊക്കെ അഹങ്കരിക്കുന്നത് തൗഹീദിനോടാണ്. അവരുടെ അഹങ്കാരം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് അവർക്ക്
അവരുടെ കിബറിന് യോജിക്കാത്ത കാര്യമായി തോന്നുന്നത്. എന്നാൽ കല്ലിൻ്റെയും അതുപോലെ മരത്തിൻ്റെയും മുന്നിൽ പോയി അതിന് മുന്നിൽ കേണു നിൽക്കാൻ, അതിനെ ആരാധിക്കാൻ അവൻ എന്ത് തോന്നുന്നില്ല, അത് അവന്റെ അഹങ്കാരത്തിന് വിരുദ്ധമായി തോന്നുന്നില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചിന്തിച്ചു നോക്കൂ, യഥാർത്ഥത്തിൽ ഏതാണ് അന്തസ്, ഏതാണ് അപമാനം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏതാണ് യഥാർത്ഥ പ്രതാപം, ഏതാണ് യഥാർത്ഥ നിന്ദ്യത എന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ്. വഇദാ ദുകിറ അല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ വഇദാ ദുകിറ അല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരോട് അള്ളാഹു മാത്രമെന്ന് പറയപ്പെട്ടാൽ ഇശ്മഅസ്സത്, അവരുടെ ഹൃദയം എന്താകുന്നു, വെറുപ്പ് പിടിക്കുന്നു. വഇദാ ദുകിറ അല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. അള്ളാഹുവിന് പുറമെയുള്ളവരെ പറയപ്പെട്ടാൽ അവർ ഇതാ സന്തോഷിക്കുന്നു. അള്ളാഹു മാത്രം എന്ന് പറഞ്ഞാൽ വെറുപ്പ്. നമ്മുടെ നാട്ടിൽ അതേ വാക്ക്, ഇവർക്ക് മാത്രം, ഇവർക്കൊണ്ടൊരു മാത്രം മാത്രം എന്ന് പറഞ്ഞ് പരിഹസിച്ച, അതിനെക്കുറിച്ച് വളരെ മോശമായ രൂപത്തിൽ എഴുതിയ ആളുകളുണ്ട്. പക്ഷേ ഈ സമൂഹത്തെ നയിക്കുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിയാക്കന്മാരിൽ പലരും. അള്ളാഹു പറഞ്ഞത് അത് അതുപോലെ നമ്മൾ കാണുക. അള്ളാഹു മാത്രം എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. വഹാബിയാൻ, ഇവൻ വഹാബിയാണ്, ലക്ഷണം കൊണ്ട് മനസ്സിലാക്കാം. അള്ളാഹു മാത്രം എന്ന് പറയുന്നുണ്ടോ അത് ആൾ വഹാബിയാണെന്ന ലക്ഷണമാണ്. എന്നാൽ ഇടക്ക് അള്ളാഹിൻ്റെ കൂടെ അള്ളാഹു നേർച്ചക്കാരും എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഔലിയാക്കളും എന്ന് പറഞ്ഞാൽ, അള്ളാഹു മദുര്യങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മളാളായി. നോക്കൂ, ഇത് ആരുടെ പാരമ്പര്യമാണ് എന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ നോക്കൂ, അള്ളാഹു പറഞ്ഞത് ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ വയഖൂലൂന അഇന്നാ ലതാരികൂ ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ യസ്തക്ബിറൂൻ, അഹങ്കരിക്കുന്നു. എന്നിട്ട് അവർ ചോദിക്കുന്നു അഇന്നാ ലതാരികൂ ആലിഹതിനാ, ഞങ്ങളുടെ ഇലാഹുകളെ ഞങ്ങൾ ഉപേക്ഷിക്കാനോ? ലിശാഇരിൻ മജ്നൂൻ, ഈ മജ്നൂനായ പിശാച് ബാധിച്ച ഭ്രാന്തനായ കവിക്ക് വേണ്ടി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖൗമ് പറഞ്ഞിരുന്ന വാക്കാണ്. അഹങ്കാരമാണ്, തൗഹീദിനോടുള്ള അഹങ്കാരം. വഇദാ ദകർത റബ്ബക ഫിൽ ഖുർആനി വഹ്ദഹു വല്ലൗ അലാ അദ്ബാരിഹിം നുഫൂറ. നീ ഖുർആനിൽ നിന്റെ റബ്ബിനെ മാത്രം പറഞ്ഞാൽ അവരതാ പിന്തിരിഞ്ഞ് വെറുപ്പ് പിടിച്ചു പോകുന്നു. ഇതാണ് ഏറ്റവും കടുത്ത അഹങ്കാരം. അള്ളാഹുവിനോടുള്ള, അവന് മാത്രമുള്ള ഇബാദത്തിനോട് അഹങ്കരിച്ച് തിരിഞ്ഞു കളയുക. റബ്ബൊരിക്കലും പൊറുക്കാത്ത കിബറാണ്. അള്ളാഹു പരലോകത്ത് നിന്ദ്യമായ ശിക്ഷ നൽകുന്ന കാര്യമാണത്. അള്ളാഹുവിനല്ലാതെ വലിപ്പമില്ല, അവനല്ലാതെ യഥാർത്ഥ പെരുമയില്ല. അതുകൊണ്ട് വലിപ്പം നടിക്കുക, അഹങ്കാരം നടിക്കുക എന്നത് നമുക്ക് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, ഒരാൾ തൻ്റെ ചെരുപ്പ് നന്നാകാൻ ആഗ്രഹിക്കുന്നതോ തൻ്റെ വസ്ത്രം നന്നാകാൻ ആഗ്രഹിക്കുന്നതോ അഹങ്കാരമാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടും. ആ ഹദീസിൽ നമുക്ക് ഒരു പാഠമുണ്ട്. എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പേരുകളുടെ വിശേഷണങ്ങളുടെ ഫലങ്ങൾ അത് അടിമകളിൽ കാണുന്നത് ഇഷ്ടപ്പെടുന്നു. റബ്ബ് അവൻ ജമീലാണ്, ഏറ്റവും ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു. അവൻ തയ്യിബാണ്, ഏറ്റവും വിശിഷ്ടനാണ്, അവൻ വിശിഷ്ടമായത് ഇഷ്ടപ്പെടുന്നു. അവൻ വിത്റാണ്, അല്ലാഹു വിത്റുൻ യുഹിബ്ബുൽ വിത്ർ, അവൻ ഏകനാണ്, അവൻ ഒറ്റ ഇഷ്ടപ്പെടുന്നു, ഒറ്റയാക്കുക എന്നത് അവൻ ഇഷ്ടപ്പെടുന്നു. റബ്ബ് അതുപോലെ നമ്മുടെ ദുആയിലുണ്ടല്ലോ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുമ്പോഴുള്ള ദുആയിൽ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റബ്ബേ, നീ അഫുവാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, നീ എനിക്ക് പുറത്തു തരണമേ. അള്ളാഹു അവൻ്റെ പേരുകളുടെ വിശേഷണങ്ങളുടെ ഫലങ്ങൾ അടിമകളിൽ കാണുന്നത് ഇഷ്ടപ്പെടുന്നു. മനസ്സിലായില്ലേ? റബ്ബാണ് ഏറ്റവും വലിയവൻ. അതിൻ്റെ ഫലമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിന് കീഴൊതുങ്ങുകയാണ്. നമ്മൾ അഹങ്കാരം നടിക്കാതിരിക്കുകയാണ്. കാരണം അത് അള്ളാഹുവിനല്ലാതെ യോജിക്കുകയില്ല, റബ്ബിനല്ലാതെ അത് യോജിക്കുകയില്ല. വിനയമുള്ളവരാവുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അതാണ് അതിനോട് യോജിക്കുക. അതേസമയം നോക്കൂ, ഈ രൂപത്തിലുള്ള നല്ല വിശേഷണങ്ങൾ അത് അള്ളാഹു നമ്മിലുണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നു. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർദ്
യർഹംകും മൻ ഫിസ്സമാ. കരുണ കാണിക്കുന്നവരോടാണ് റഹ്മാൻ കരുണ കാണിക്കുക. അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. മുകളിലുള്ളവൻ, 7 ആകാശങ്ങൾക്ക് മുകളിലുള്ള റബ്ബ് നിങ്ങളോട് കാരുണ്യം കാണിക്കുന്നതാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ അൽ മുതകബ്ബിർ എന്ന പേരിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠങ്ങൾ. റബ്ബ് അവൻ്റെ കിബ്രിയ, അവൻ്റെ മഹത്വം മനസ്സിലാക്കുകയും ആ മഹത്വത്തിന് കീഴൊതുങ്ങുകയും ചെയ്യുന്ന വിനയമുള്ള അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഞാൻ പൂർത്തിയാക്കിയില്ല. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. മറിച്ച് കിബർ എന്നാൽ അഹങ്കാരം, എന്നാൽ ബത്റുൽ ഹഖി വഗംതുൻ നാസ്, സത്യത്തെ തള്ളിക്കളയലും ജനങ്ങളെ നിന്ദരാക്കി കാണലുമാണ്. ആളുകളെ ഒന്നിനും കൊള്ളാത്തവരാക്കി കാണുക, അതുപോലെ ഹഖിനെ തള്ളിക്കളയുക, അതാണ് അഹങ്കാരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിൻ്റെ അസ്മായിൽ ഇനി ഇൻഷാ അള്ളാഹ് നമ്മൾ വിശദീകരിക്കുന്നത് അന്നൂർ എന്ന അള്ളാഹുവിൻ്റെ പേരാണ്. നൂർ. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തു അന്നൂർ. ആ സൂറത്തിൽ ആ പേര് പറയപ്പെടാനുള്ള കാരണം നൂറിനെ കുറിച്ചുള്ള ആ സൂറത്തിലെ ആയത്താണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. നോക്കൂ, പണ്ഡിതന്മാരിൽ ധാരാളം പേർ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പേരായി അന്നൂർ എന്ന പേരിനെ എണ്ണിയിട്ടുണ്ട്. ഖുർആനിൽ വന്ന പരാമർശം എന്താണ്? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശ ഭൂമികളുടെ പ്രകാശമാണ് എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ പേരാണ് നൂർ എന്നത് ഈ ഉമ്മത്ത് പൊതുവെ സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹു നൂറാണ് എന്ന് വന്നിട്ടുണ്ട്, അഥവാ അള്ളാഹുവിൻ്റെ പേരാണ് നൂർ. അതുപോലെ പ്രകാശത്തെ അവനിലേക്ക് ചേർത്തി പറയപ്പെട്ടിട്ടുണ്ട്. നൂറുല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രകാശം എന്ന അർത്ഥത്തിൽ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ് എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളതുപോലെ നൂറു സമാവാതി വൽ അർദ് എന്നാൽ മുനവ്വിറു സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പ്രകാശിപ്പിച്ചവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുപോലെ നോക്കൂ, അവൻ്റെ ഹിജാബ്, അവൻ്റെ മുന്നിലുള്ള മറ, അത് പ്രകാശമാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നോക്കൂ, ഒന്നാമത്തേത് 4 കാര്യങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, അള്ളാഹുവിൻ്റെ പേരുകളിലൊന്നാണ് നൂർ എന്നത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ വിശേഷണമാണ് നൂർ. ഏതുപോലെ അള്ളാഹുവിൻ്റെ കേൾവി, അവൻ്റെ കണ്ണുകൾ, അവൻ്റെ കഴിവ് എന്നൊക്കെ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ വിശേഷണമാണ് നൂർ, പ്രകാശം എന്നത്. ചില സന്ദർഭങ്ങളിൽ റബ്ബിൻ്റെ വജ്ഹിലേക്ക് അത് ചേർത്തി പറയാറുണ്ട്, അള്ളാഹുവിൻ്റെ മുഖത്തിലേക്ക് അത് ചേർത്തി പറയാറുണ്ട്. ഹദീസുകളിൽ കാണാം, അഊദു ബിനൂരി വജ്ഹിക്, അള്ളാഹുവെ നിൻ്റെ മുഖത്തിൻ്റെ പ്രകാശ മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നിൻ്റെ മുഖത്തിൻ്റെ പ്രകാശം മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നമുക്ക് ഇത് റബ്ബിലേക്ക് ചേർത്തി പറയും. അതുപോലെ അവൻ്റെ വജ്ഹിലേക്കും ഇത് ചേർത്തി പറയാറുണ്ട്. വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ, ഖുർആനിൽ വന്നതാണ്. വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ, ഭൂമി മുഴുവൻ പ്രകാശപൂരിതമാകും ഭൂമിയുടെ റബ്ബിൻ്റെ നൂറുകൊണ്ട്, അവൻ്റെ പ്രകാശം കൊണ്ട്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല അടിമകൾക്കിടയിൽ
വിധി പറയാൻ വേണ്ടി ഖിയാമത്ത് നാളിൽ വരും. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ. റബ്ബ് വരും അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. അന്ന് ഭൂമി ഒന്നാകെ റബ്ബിൻ്റെ പ്രകാശം കൊണ്ട് തിളങ്ങുന്നതാണ്, റബ്ബിൻ്റെ നൂറ് കൊണ്ട് പ്രകാശപൂരിതമാകുന്നതാണ്. അപ്പം ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത് ഇതുവരെ. അള്ളാഹുവിൻ്റെ പേരാണ് നൂർ. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ വിശേഷണമായി അവനിലേക്ക് ചേർത്ത് ഇത് പറയപ്പെട്ടിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ വജ്ഹിലേക്ക് അത് ചേർത്തി പറയപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ആകാശഭൂമികളിലേക്ക് ചേർത്തി പറയപ്പെട്ടിട്ടുണ്ട്. സൂറത്ത് നൂറിൽ ആയത്തുള്ളതുപോലെ അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ്. അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. പല പണ്ഡിതന്മാരും അതിൽ വിശദീകരിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകാശഭൂമികളെ പ്രകാശിപ്പിച്ചവൻ അവനാണ്. അവക്കെല്ലാം പ്രകാശം നൽകിയത് റബ്ബാണ്. നാലാമത്തേത് റബ്ബിൻ്റെ ഹിജാബ്, അവൻ്റെ മുന്നിലെ മറ, അവൻ്റെ മറ അത് പ്രകാശമാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇസ്റാ മിഅ്റാജ് വേളയിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുകയാണ്. ഹൽ റഅയ്ത റബ്ബക്, ഓ നബിയെ താങ്കൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? റബ്ബിനോട് സംസാരിച്ചിട്ടുണ്ട്, സംശയമില്ല. എന്നാൽ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് എന്താണ്? നൂറുൻ അന്ന അറാഹ്, പ്രകാശമാണ്. അന്ന അറാഹ്, ഞാൻ എങ്ങനെ കാണാനാണ്? അഥവാ റബ്ബിൻ്റെ മറ അത് പ്രകാശമാണ്, ഞാൻ എങ്ങനെ കാണാനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഹദീസുകളിൽ നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹിജാബുഹു നൂർ, അള്ളാഹുവിൻ്റെ മറ അത് പ്രകാശമാണ്. ലൗ കശഫഹു, അവനെങ്ങാനും ആ മറ നീക്കിയിരുന്നുവെങ്കിൽ ലഹറഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അവനെങ്ങാനും അവൻ്റെ മറ നീക്കിയിരുന്നുവെങ്കിൽ അവൻ്റെ മുഖത്തെ പ്രകാശം അതുകൊണ്ട് അവൻ്റെ ദൃഷ്ടി എത്തുന്നയിടം മുഴുവൻ കരിഞ്ഞുപോയേനെ. എന്നാൽ സ്വർഗവാസികൾക്ക് അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വർഗവാസികളുടെ ജീവിതം എന്നത് കാമിലത്തായ ഹയാത്താണ്, ഒരിക്കലും നശിക്കാത്ത മരിക്കാത്ത ജീവിതമാണ് അവരുടെ. അള്ളാഹു അവർക്കതിന് ശേഷി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് സ്വർഗവാസികൾക്ക് റബ്ബിനെ കണ്ടു നിൽക്കാൻ സാധിക്കും. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ പ്രകാശം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണാവുന്ന തരത്തിലുള്ള പ്രകാശമുണ്ട്. അതുപോലെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത പ്രകാശവുമുണ്ട്. അതേതു പ്രകാശമാണ്? അള്ളാഹു അവൻ്റെ അടിമകളുടെ ഹൃദയത്തിൽ നൽകുന്ന, അവൻ്റെ നബിമാരുടെ, അവൻ്റെ ഔലിയായിൻ്റെ, അവൻ ഇഷ്ടപ്പെടുന്നവരുടെ, അവൻ്റെ മലക്കുകളുടെ ഒക്കെ ഹൃദയങ്ങളിൽ അള്ളാഹു നൽകുന്ന പ്രകാശമാണ്. അതെന്തിൻ്റെ പ്രകാശമാണ്? അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട് ലഭിക്കുന്ന പ്രകാശമാണ്, റബ്ബിനെ കുറിച്ചുള്ള വിജ്ഞാനം കൊണ്ട് ലഭിക്കുന്ന പ്രകാശമാണ്. നോക്കൂ, ഉപകാരപ്രദമായ ഏത് അറിവും നാഫിആയ ഏത് ഇൽമും ഹൃദയത്തിന് പ്രകാശമേകും. ശ്രദ്ധിക്കുക, നാഫിആയ ഏത് ഇൽമും ഹൃദയത്തിന് പ്രകാശമേകും. അപ്പോൾ ഉപകാരപ്രദമായ വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ്. അതുകൊണ്ട് ഹൃദയത്തിന് ലഭിക്കുന്ന പ്രകാശം എത്ര വലുതായിരിക്കും ചിന്തിച്ചു നോക്കുക. അള്ളാഹു ഏറ്റവും വലിയവനാണ്, അവൻ ഏറ്റവും മഹത്വമുള്ളവനാണ് എന്നൊരു മുഅ്മിൻ പഠിക്കുകയാണ്. അപ്പോൾ അതാ അവൻ്റെ ഹൃദയം അള്ളാഹുവിനോടുള്ള ആദരവും റബ്ബിനെ മഹത്വപ്പെടുത്തലും കൊണ്ടുള്ള പ്രകാശം അവൻ്റെ ഹൃദയത്തിൽ നിറയുകയാണ്. അള്ളാഹു ജമീലാണ്, അവൻ ഏറ്റവും ഭംഗിയുള്ളവനാണ്, അവൻ ഏറ്റവും നന്മ ചൊരിയുന്നവനാണ്, അവൻ എല്ലാ ഖൈറും നൽകുന്നവനാണ് എന്ന് പഠിച്ചാൽ മുഅ്മിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് കൊണ്ടുള്ള പ്രകാശം, റബ്ബിനോടുള്ള സ്നേഹം കൊണ്ടുള്ള പ്രകാശം, റബ്ബിനെ കാണാനുള്ള ആഗ്രഹത്തിൻ്റെ പ്രകാശം അവൻ്റെ ഹൃദയത്തിൽ നിറയുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ മാപ്പിനെ കുറിച്ച്, അവൻ്റെ അനുകമ്പയെക്കുറിച്ച് ഒക്കെ പഠിച്ചാൽ മുഅ്മിനിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയത് കൊണ്ടുള്ള സ്നേഹമുണ്ട്. റബ്ബിനോടുള്ള സ്നേഹം 2 കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക. ഒന്ന് അനുഗ്രഹങ്ങളെ ഓർത്തിട്ടുള്ള സ്നേഹമാണ്, 2 അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഓർത്തിട്ടുള്ള സ്നേഹമാണ്.
ഈ സ്നേഹമുണ്ടാകുന്നു. അതുപോലെ ആ സ്നേഹത്തിൻ്റെ പ്രകാശവും ശുക്രിൻ്റെ പ്രകാശവും ഹംദിൻ്റെ പ്രകാശവും മുഅ്മിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു. അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നൊരുവൻ പഠിച്ചാൽ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ, അവനിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ നൂർ മുഅ്മിന്റെ ഹൃദയത്തിൽ നിറയുന്നതാണ്. അള്ളാഹുവിനെ മാത്രമേ അവൻ അവലംബിക്കുകയുള്ളൂ. വേറെ ഒന്നിനും അവൻ്റെ ഹൃദയം അവൻ ബന്ധിപ്പിക്കുകയില്ല, കെട്ടിയിടുകയില്ല, അവലംബിക്കുകയില്ല. ആ പ്രകാശം നിറയുന്നു. അള്ളാഹുവിൻ്റെ അറിവ്, അതിനെക്കുറിച്ച് ഒരുവൻ പഠിച്ചാൽ അള്ളാഹു തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധം, അതിൻ്റെ നൂർ ഒരുവൻ്റെ ഹൃദയത്തിൽ നിറയുന്നു. ഇനി ശ്രദ്ധിക്കുക, നോക്കൂ, ഈ പ്രകാശങ്ങളെല്ലാം, ഈ വിജ്ഞാനത്തിൻ്റെ പ്രകാശമെല്ലാം ഒരു ഹൃദയത്തിൽ വരികയാണ്. ആ ഹൃദയമാകട്ടെ ശുദ്ധമായ ഹൃദയമാണ്, ബുദ്ധിയുള്ളതാണ്. ശുദ്ധമായ ബുദ്ധിയുള്ള ഹൃദയത്തിൽ അതാ ഈ പ്രകാശങ്ങൾ കൂടി വന്നാൽ എന്താണ് സംഭവിക്കുക? നൂറുൻ അല നൂർ, നൂറുൻ അല നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് സൂറത്തു നൂറിലെ ആ ആയത്ത് അത് എന്തിൻ്റെ ഉദാഹരണമാണ്. പണ്ഡിതന്മാർ പലരും പറഞ്ഞത് കാണാം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം അതിൽ ശരിവെച്ച അഭിപ്രായം അത് മുഅ്മിന്റെ ഹൃദയത്തിന്റെ ഉദാഹരണമാണ്. നോക്കൂ, അള്ളാഹു പറഞ്ഞത് അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. മസലു നൂരിഹി, അവന്റെ പ്രകാശത്തിന്റെ ഉദാഹരണം കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്, ഒരു മിഷ്കാത്തിന്റെ ഉദാഹരണമാണ്. മിഷ്കാത്ത് എന്നാൽ വിളക്കുമാടമാണ്. വിളക്ക് വെക്കാനുള്ള സ്ഥലത്തിനാണ് എന്ത് പറയുക? മിഷ്കാത്ത്. ഒരു മരപ്പൊത്തിൽ ഒരു വിളക്ക് വെച്ചത് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ. ആ മിഷ്കാത്തിനൊരു മിസ്ബാഹ് ഉണ്ട്, ഒരു വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫി സുജാജ, ആ വിളക്കുള്ളത് ഒരു സുജാജത്തിലാണ്. സുജാജത്ത് എന്താണ്? സ്ഫടികമാണ്, കണ്ണാടിയാണ്. അൽ മിസ്ബാഹു ഫി സുജാജ, അസ്സുജാജതു, ആ കണ്ണാടിയാകട്ടെ കഅന്നഹാ കൗകബുൻ ദുർരിയുൻ, അത് തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെയുണ്ട്. മാത്രമോ തീർന്നില്ല, യൂഖദു, ഈ വിളക്ക് കത്തിക്കപ്പെടുന്നത് മിൻ ഷജറത്തിൻ മുബാറക, ഒരു ബറക്കത്തുള്ള വൃക്ഷത്തിൽ നിന്നുള്ള എണ്ണ കൊണ്ടാണ്. ഏതാണ് ആ ബറക്കത്തുള്ള വൃക്ഷം? അത് ജൈതൂനത്താണ്, ഒലീവാണ്. ലാ ഷർഖിയ വല ഗർബിയ, അത് കിഴക്കൻ നാടുകളിൽ വളരുന്നതോ അല്ലെങ്കിൽ പടിഞ്ഞാറൻ നാടുകളിലോ ഉള്ളതല്ല. യകാദു സൈതുഹ, അതിൻ്റെ എണ്ണ പോലും യുദീഉ, തിളങ്ങുമാറാകുന്നു. വലൗലം തംസസ്ഹു നാർ, യുദീഉ, അത് അതിൻ്റെ എണ്ണ പോലും തിളങ്ങുന്നു. വലൗലം തംസസ്ഹു നാർ, തീ തട്ടിയിട്ടില്ലെങ്കിൽ. ഇങ്ങനെയുള്ള എണ്ണ കൊണ്ട് കത്തിക്കപ്പെടുന്ന വിളക്കാണത്. അതൊരു കണ്ണാടിയിലാണുള്ളത്. ആ കണ്ണാടി നക്ഷത്രം പോലെ തിളങ്ങുന്നുണ്ട്. ആ വിളക്ക് ഒരു വിളക്ക് മാടത്തിലാണുള്ളത്. ഇതെല്ലാം കൂടി എന്താണ്? ഇതെല്ലാം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം, പ്രകാശത്തിനുമേൽ പ്രകാശം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അല്ലാഹു അവന്റെ പ്രകാശത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ വഴി നടത്തുന്നു. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, അല്ലാഹു ജനങ്ങൾക്ക് അവന്റെ ഉദാഹരണങ്ങൾ അല്ലാഹു വിവരിക്കുന്നു. അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുള്ളവനാണ്. നമ്മുടെ മുൻഗാമികളിൽ ചിലർ ഖുർആനിൽ ഒരു ഉദാഹരണം വായിച്ചത് മനസ്സിലായിട്ടില്ലെങ്കിൽ കരയുമായിരുന്നു. എന്തുകൊണ്ടാണത്? കാരണം ഖുർആനിൽ ഉദാഹരണങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, ഇൽമുള്ളവർക്കല്ലാതെ അത് ഗ്രഹിക്കാൻ സാധ്യമല്ല എന്ന്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ ചിലർ ഖുർആനിൽ ഉദാഹരണം വായിച്ച് മനസ്സിലായില്ലെങ്കിൽ കരയുമായിരുന്നു. റബ്ബേ, ഈ ഇൽമുള്ളവർ എന്ന് അള്ളാഹു പറഞ്ഞവരിൽ, അവർക്കേ മനസ്സിലാകൂ എന്ന് പറഞ്ഞവരിൽ ഞാൻ ഉൾപ്പെട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട്. നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നേരത്തെ അത് പ്രകാശിക്കുന്നു, അതിൻ്റെ കൂടെ ഇതും കൂടി വന്നപ്പോൾ ഇത് മുഅ്മിനിന്റെ ഹൃദയത്തിൻ്റെ ഉദാഹരണമാണ്. മുമ്പേ അത് ശുദ്ധമാണ്, അതോടൊപ്പം അതിൽ അറിവ് കൂടി വന്നാൽ അത് പ്രകാശത്തിനുമേൽ പ്രകാശം എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇന്നൽ ഈമാന നസല ഫീ ജദ്രി ഖുലൂബിർ റിജാൽ ثم علموا من القرآن ثم علموا من السنة. ഈമാൻ എന്നത് അവതരിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിവേരിലാണ്. എന്നിട്ട് പിന്നെ അവർ അത് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കി, പിന്നെ അത് അവർ സുന്നത്തിൽ നിന്ന് മനസ്സിലാക്കി.
കാരണം ഈ ദീൻ ഇസ്ലാം എന്നത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയോട് വളരെ യോജിച്ചതാണ്. തൗഹീദ് എന്നത് ശുദ്ധ പ്രകൃതിയോട് വളരെ യോജിച്ചു നിൽക്കുന്നതാണ്, സാമാന്യ ബുദ്ധിയോട് യോജിക്കുന്നതാണ്. അതുകൊണ്ടാണ് എത്രയോ ആളുകൾ ഖുർആനോ സുന്നത്തോ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല എന്നിട്ട് കൂടി ശിർക്ക് കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു പ്രയാസം തോന്നും. എത്രയോ ആളുകൾ ആ അനുഭവം പറയാറുണ്ട്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ശിർക്ക് കാണുമ്പോൾ ഇത് ശരിയല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതിനു ശേഷം അവർ തൗഹീദ് കേൾക്കുകയാണ്, തൗഹീദ് പഠിക്കുകയാണ്. അപ്പോൾ എന്താണ് അവർ തിരിച്ചറിഞ്ഞത്? നേരത്തെ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ള കാര്യമാണ്, അവരുടെ ശുദ്ധ പ്രകൃതിയോട് യോജിച്ച കാര്യമാണത്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. അള്ളാഹു അത് ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നു എന്നാണ്. അള്ളാഹു ആ പ്രകാശം നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ദുആയിൽ നമുക്ക് കാണാം, മസ്ജിദിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്നു, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, ഫീ ലിസാനി നൂറ, ജഅൽ ഫീ സമഇ നൂറ, ജഅൽ ഫീ ബസരി നൂറ, ജഅൽ മിൻ ഖൽഫി നൂറ, മിൻ അമാമി നൂറ, മിൻ ഫൗഖി നൂറ, മിൻ തഹ്തി നൂറ, അല്ലാഹുമ്മ അഅ്തിനി നൂറ. അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ പ്രകാശം, നാവിൽ പ്രകാശം, എൻ്റെ മുകളിൽ നിന്ന്, താഴെ നിന്ന്, വലതുഭാഗത്ത് നിന്ന്, ഇടതുഭാഗത്ത് നിന്ന് എല്ലാം റബ്ബേ നീ പ്രകാശം നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയത്. മുസ്ലിം അവൻ ഈ പ്രകാശത്തിൽ, വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ നോക്കൂ, ഇത് സ്വീകരിക്കാൻ ഭാഗ്യമില്ലാതെ പോയവൻ അവൻ ഇരുട്ടിലാണ്, അങ്ങേയറ്റത്തെ ഇരുട്ടിലാണ്. ആരാധിക്കണം അറിയില്ല, നാളെ മരിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കും അറിയില്ല, ഏതാണ് ഹറാം ഏതാണ് ഹലാൽ, ഭക്ഷണത്തിലും വിവാഹത്തിലും വസ്ത്രത്തിലും സമ്പാദ്യത്തിലുമൊക്കെ അള്ളാഹു തൃപ്തിപ്പെടുന്നതേത് അറിയില്ല, ആരെ തൃപ്തിപ്പെടുത്തണം അറിയില്ല. അവന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ജ്യോത്സ്യനെ വിളിക്കുന്നു, അയാൾ പറയുന്നു, ഇതാ ഇന്ന ദൈവം നിങ്ങളോട് കോപിച്ചിരിക്കുന്നു. എന്തിനാണ് ദൈവം എന്നോട് കോപിച്ചത് അറിയില്ല. ആ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അവൻ ഉഴറുകയാണ്, എന്തിനാണ് ഇത് അറിയില്ല, എന്ത് കാരണം കൊണ്ടാണ് ഈ ദൈവങ്ങളൊക്കെ കോപിക്കുക അറിയില്ല. എന്നാൽ മുഅ്മിനായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റബ്ബിന് തൃപ്തികരമായ കാര്യങ്ങളേത് അവനറിയാം. അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങളേത് അവനറിയാം, ചെയ്യരുത്. അതിൻ്റെ അപകടം അവന് തന്നെയാണ് ആദ്യം ബാധിക്കുക. എത്ര വലിയ അനുഗ്രഹമാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഇതറിയാതെ ജീവിക്കുന്നവൻ്റെ സ്ഥിതി ചിന്തിച്ചു നോക്കൂ. ഹിദായത്ത് എന്നത് അത് പ്രകാശമാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിന് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ അത് പ്രകാശം പരത്തുന്ന ഖുർആന. അവൻ്റെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വിശേഷിപ്പിച്ചത് എന്താണ്? വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അവൻ്റെ റബ്ബിലേക്ക് വിളിക്കുന്ന പ്രബോധകനാണ്. അതുപോലെ സിറാജൻ മുനീറ, പ്രകാശിക്കുന്ന വിളക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഹിദായത്തിലേക്ക്, അതിലേക്ക് ജനങ്ങളെ വഴി നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കൊണ്ട് സാധ്യമാകുന്നു. അള്ളാഹു ഹിദായത്ത് നൽകുന്നു. ഈ ദീൻ അത് പ്രകാശമാണ്, ഈ ദീൻ അത് പ്രകാശമാണ്. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ദുനിയാവിൽ ഈ പ്രകാശം എത്ര ഒരാൾ സ്വീകരിച്ചോ അത്രയുമായിരിക്കും പരലോകത്ത് അവന് പ്രകാശം ലഭിക്കുക. കാരണം പരലോകത്ത് സിറാത്തിനു മുന്നേ, നരകത്തിന് മുകളിലുള്ള പാലത്തിന് മുന്നേ ജനങ്ങൾ ഇരുട്ടിൽ നിർത്തപ്പെടും. അതിനുശേഷം ഓരോരുത്തർക്കും അവരുടെ അമലുകൾക്കനുസരിച്ച് പ്രകാശം നൽകപ്പെടും. ആ പ്രകാശത്തിലാണ് സിറാത്ത് കടന്നു പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഈത്തപ്പന മരം പോലെ മുന്നിൽ പ്രകാശമുള്ളവനുണ്ടാകും. ചിലർക്ക് പ്രകാശം വളരെ കുറച്ചായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കാലിൻ്റെ വിരലിൻ്റെ അത്ര ഒരു പ്രകാശം, അത് തന്നെ ചിലപ്പോൾ കത്തുന്നു, ഇടക്ക് കെട്ടുപോകുന്നു. ആ വെളിച്ചത്തിൽ അത് കടക്കേണ്ടി വരുന്നവരുണ്ട്. നോക്കൂ, മുഅ്മിനുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു പറയുകയുണ്ടായി, നാം അവർക്ക് നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം യഖൂലൂന റബ്ബന അത്മിം ലനാ നൂറന വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവർ പറയും, അല്ലാഹുവേ ഞങ്ങളുടെ പ്രകാശം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണമേ എന്നവർ പറയും. ആ മുഅ്മിനുകളാണ് സ്വർഗത്തിലെത്തുക. ആ സ്വർഗം അത് പ്രകാശം കൊണ്ട് തിളങ്ങുന്ന സ്വർഗമാണ്. സ്വർഗത്തിലെ പ്രത്യേകത എന്താണ്? അവിടെ രാത്രിയില്ല. അവിടെ എന്തില്ല? അവിടെ രാത്രിയില്ല. അത് സ്വർഗത്തിൻ്റെ പ്രത്യേകതകളിലൊന്നാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഹൃദയത്തിലെ അള്ളാഹു നൽകുന്ന പ്രകാശം അത് മുഖത്തേക്കും അതിനുശേഷം ശരീരാവയവങ്ങളിലേക്കും ഇറങ്ങുന്നതാണ്.
ആ പ്രകാശം കൊണ്ടാണ് ഒരുവൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്നി الزاني حين يزني وهو مؤمن ولا يسرق السارق حين يسرق وهو مؤمن. മുഅ്മിൻ അവൻ മുഅ്മിനായിരിക്കെ ഉപചരിക്കുകയില്ല, മുഅ്മിനായിരിക്കെ ഒരുവൻ മോഷ്ടിക്കുകയില്ല. ആ ഈമാനിന്റെ പ്രകാശം അവനെ അതിൽ നിന്ന് തടയുന്നതാണ്. ഈമാനിന്റെ പ്രകാശം അവനെ അതിൽ നിന്ന് തടയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ് നൂർ, പ്രകാശം എന്നതുപോലെ അള്ളാഹു സൃഷ്ടിച്ച പ്രകാശവുമുണ്ട്. ഇത് രണ്ടും വേറെ വേറെ മനസ്സിലാക്കണം, ശരിക്കും മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ വിശേഷണമായ പ്രകാശം എന്നതുപോലെ അള്ളാഹു സൃഷ്ടിച്ച പ്രകാശവുമുണ്ട്. നാം ഈ കാണുന്ന വെളിച്ചം, ഈ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചം, ഈ അള്ളാഹു സൃഷ്ടിച്ചതാണ്. മനസ്സിലായി? ഇത് അള്ളാഹുവിൻ്റെ വിശേഷണം എന്നല്ല പറയേണ്ടത്, മറിച്ച് ഇതെന്താണ്? ഇത് റബ്ബിൻ്റെ സൃഷ്ടിയാണ്. അൽഹംദുലില്ലാഹി അല്ലദീ ഖലഖ അസ്സമാവാതി വൽ അർദ് വജഅല അദ്ദുലുമാതി വന്നൂർ. ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന് ആണ് എല്ലാ സ്തുതിയും. വജഅല അദ്ദുലുമാതി വന്നൂർ, അവൻ ഇരുട്ടുകളും പ്രകാശവും ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നീ കാണുന്ന പ്രകാശം റബ്ബിൻ്റെ സൃഷ്ടിയാണ്. ചില ആളുകൾ, അദ്വൈതവാദത്തിൻ്റെ ആളുകൾ പറയും, ഇതാ ഞാൻ ആകാശത്തൊരു പ്രകാശം കണ്ടു, അള്ളാഹു പ്രത്യക്ഷപ്പെട്ടതാണ്, റബ്ബ് പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന്. അങ്ങനെയുള്ള കളവുകളുടെ പിന്നാലെ, കുഫറിൻ്റെ വാദങ്ങളുടെ പിന്നാലെ ഒരു മുസ്ലിം പോകാൻ പാടില്ല. റബ്ബിൻ്റെ സിഫത്തായ, അവൻ്റെ വിശേഷണമായ പ്രകാശമുണ്ട്, അവൻ്റെ സൃഷ്ടിയായ പ്രകാശമുണ്ട്. ഏതുപോലെ റഹ്മത്ത് അങ്ങനെയാണ്, കാരുണ്യം പോലെ അള്ളാഹുവിൻ്റെ വിശേഷണമായ റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ട്. അതുപോലെ അള്ളാഹു സൃഷ്ടിച്ച കാരുണ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു 100 കാരുണ്യം സൃഷ്ടിച്ചിരിക്കുന്നു, അതിലൊന്ന് മാത്രമാണ് അവൻ്റെ സൃഷ്ടികൾക്കിടയിൽ ദുനിയാവിൽ അവൻ നിശ്ചയിച്ചിട്ടുള്ളത്. അത് മുഖേനയാണ് അടിമകൾ പരസ്പരം കരുണ കാണിക്കുന്നത്. ബാക്കി മുഴുവനും അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വർഗത്തിൽ നീക്കിവെച്ചിരിക്കുന്നു അവൻ്റെ മുഅ്മിനുകളായ അടിമകൾക്ക് വേണ്ടി. ഇതുപോലെ റഹ്മത്ത് പോലെ പ്രകാശവും അള്ളാഹുവിൻ്റെ വിശേഷണമായതുണ്ട്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയായതുമുണ്ട്. ഇതാണ് ഈ പേര് അന്നൂർ എന്ന പേരിൻ്റെ വിശദീകരണമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.